ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഈ സാഹസികത എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴും നേരിൽ കണ്ടിട്ടുണ്ട് അല്ലേ. അത് പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പലരും ട്രെയിനിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സാഹസികത ഈ ലോകത്ത് ഒരിടത്ത് പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇതൊരു സാഹസികതയുടെ ഒരുക്കങ്ങളാണ്. സാഹസികത എന്ന് പറയുമ്പോൾ അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല, അവർക്ക് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ മൺസൂൺ നമുക്ക് ആരംഭിക്കാറായി, കാലവർഷം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കടൽ ക്ഷുഭിതമായിരിക്കുകയാണ്. കടലാക്രമണം ഉണ്ടാകുന്നു, പല വീടുകളും നശിച്ചു പോയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ഒരു 4-5 മാസം ഈ കടലാക്രമണങ്ങളുടെയും കടലപകടങ്ങളുടെയൊക്കെ ദിവസങ്ങളായിരിക്കും. എന്നിരുന്നാലും മത്സ്യമേഖല എന്ന് പറയുന്നത്, അതായത് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നാലും പോയേ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇപ്പോൾ ട്രാക്ടർ ഈ മുകളിലിരുന്ന വള്ളം വലിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഈ 2 മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിൽ അവരുടെ എൻജിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കടലിൻ്റെ ഒരു അവസ്ഥ അനുസരിച്ച് വളരെ ഈസി ആയിട്ട് വള്ളം ഓടിച്ച് പുറം കടലിലോട്ട് പോകാൻ സാധ്യമല്ല. അത് നോർമലായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സാഹസികതയിലൂടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രാക്ടർ ഇപ്പം വള്ളം കടലിലോട്ട് തള്ളി വിട്ടിട്ടുണ്ട്. ഇനി ഈ വരുന്ന തിരമാലകളെ വിച്ഛേദിച്ചുകൊണ്ട് ഈ വള്ളം പുറംകടലിലോട്ട് പുറപ്പെടണം. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കമാണ്. അപ്പോൾ അവർ എൻജിനൊക്കെ ടെസ്റ്റ് ചെയ്ത് ട്യൂബും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത്. കാരണം ഒരു എൻജിന് പോലും ഈ കടലടിക്കുന്ന സമയത്ത് ഈ തിരമാല മടങ്ങി വരുന്ന സമയത്ത് തകരാറിലായാൽ തീർച്ചയായിട്ടും വള്ളം തിരമാലയിൽ പെടുകയും അപകടം സംഭവിക്കുകയും ചെയ്യും. ഏത് തരത്തിലുള്ള അപകടം വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ മറ്റുള്ളവരൊക്കെ മുകളിൽ നിന്ന് പല ന്യായങ്ങളും പറയും, പല ഡയറക്ഷൻസും പറയും. പക്ഷേ അതൊന്നും ഇവർ ചെവി കൊള്ളില്ലെന്ന് തന്നെ പറയാം. കാരണം ഈ എൻജിൻ ഓടിക്കുന്ന 2 ഡ്രൈവർമാരുണ്ടല്ലോ, ഈ എൻജിൻ ഓടിക്കുന്ന 2 മത്സ്യത്തൊഴിലാളി വീരന്മാരെന്ന് തന്നെ അവർക്ക് പറയാം. കാരണം അവരുടെ അപാര മനക്കെട്ടിയാണ്. ഈ വരുന്ന ഒരു തിരമാലയെ കണ്ട പേടിച്ച് അറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളിലുള്ള പല ആൾക്കാരും. പലരും തിരമാലകളെ പേടിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ വരുന്ന തിരമാലയെ വിച്ഛേദിച്ചുകൊണ്ട് എങ്ങനെ ഈ വള്ളം പുറംകടലിലോട്ട് പുറപ്പെട്ടു പോകുക എന്നുള്ളത് നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിലൂടെ കണ്ടറിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സല്യൂട്ട് കൊടുക്കേണ്ടത് ഈ മത്സ്യത്തൊഴിലാളികളുടെ മനോധൈര്യത്തെയാണ്. കാരണം അത്രയ്ക്കും അഡ്വഞ്ചറായിട്ടാണ്, അത്രയ്ക്കും സാഹസികതയിലൂടെയാണ് ഈ തിരമാലകളെ വിച്ഛേദിച്ചുകൊണ്ട് അവർ ഇപ്പോൾ പുറപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലേ, നീ പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർക്കൊരു സമയമുണ്ട്. ആ സമയം എത്തിയിരിക്കുന്നതാണ്. അവരിപ്പം പോവുകയാണ്. തിരമാല കീറി മുറിച്ചുകൊണ്ട് അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ. അവരുടെ ആ ഒരു സാഹസികത ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കാരണം ഈ തിരമാലകളെ വിജയിച്ച് പുറംകടലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് വള്ളങ്ങളാണ് സ്വന്തം തീരത്ത് നിന്ന് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഹാർബറുകളിലോട്ട് സേഫായിട്ടുള്ള സ്ഥാനത്തിന് വേണ്ടി പോകുന്നത്.